ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കഴിഞ്ഞ ദിവസം നടന്ന SSC CHS എക്സാമിൻ്റെ, അതായത് 16th ഏപ്രിലിൽ നടന്ന എക്സാമിൻ്റെ റീസണിങ് സെക്ഷൻ്റെ ഒരു ബ്രീഫ് അനാലിസിസ് ആണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രീഫ്ലി ഒന്ന് പറയുവാണെങ്കിൽ ബേസിക്കലി ഈ പേപ്പറിൽ ചോദിച്ച എല്ലാം ടൈപ്പും ബേസിക്കലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ചോദിച്ചത്. അതായത് ആ പാറ്റേണിൽ നിന്നൊരു ഡിഫറൻസ് ഇല്ല. പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്ത ആ ലോജിക്കുകൾക്ക് മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷേ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പ്രീവിയസ് ഇയറിൻ്റെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സ് നല്ലോണം പഠിച്ചിട്ട് പോയി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ മിക്ക ക്വസ്റ്റ്യൻസും അറ്റ്ലീസ്റ്റ് 25 ക്വസ്റ്റ്യൻസിൽ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ, അതായത് 16th ഏപ്രിലിൽ ചോദിച്ച CHS എക്സാംസിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് മോഡൽസ് നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സെലക്ട് ദ റിലേറ്റഡ് ലെറ്റേഴ്സ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്, വേർഡ് അനാലജി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അതായത് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതെങ്ങനെയാണ് അടുത്ത ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആയിട്ട് മാപ്ഡ് അയക്കണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുക, എന്നിട്ട് ഇത് തമ്മിലൊരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. ആ സെയിം റിലേഷൻഷിപ്പ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന് ഓപ്ഷൻസിൽ ഏതാണോ ആ സെയിം റിലേഷൻഷിപ്പ് ബെയർ ചെയ്യുന്ന വേർഡ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുക. ഓക്കെ, ഈ വേർഡും കമ്പയർ ചെയ്യുക. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും പാർട്ട് FDMQ QMDF ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് തന്നെയാണ് അല്ലേ. രണ്ട് ഈ തന്നിരിക്കുന്ന ഈ വേർഡും സെക്കൻഡ് വേർഡും ഉള്ള ലെറ്റേഴ്സ് എല്ലാം സെയിം ആണ്, ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4 ലെറ്റേഴ്സിൻ്റെ റിവേഴ്സ്ഡ് ആയിട്ടുള്ളതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അത് QMDF, അത് നമ്മളിങ്ങനെ എഴുതി നോക്കിയാലും മതി. QMDF എന്ന് എഴുതി. അടുത്തെന്ന് പറഞ്ഞാൽ FDMQ എന്നാണ് നമ്മുടെ ഈ സെക്കൻഡ് വേർഡിൽ ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ബേസിക്കലി ആ 4 ലെറ്റേഴ്സ് ഇങ്ങനെ ക്രോസ് ചെയ്ത്, ഡയറക്റ്റ് അല്ലാതെ ക്രോസ് ചെയ്ത് ഇങ്ങനെ മാപ്പ് ചെയ്തേക്കണതാണ്. Q ലാസ്റ്റ് ലെറ്ററായി, M സെക്കൻഡ് ലാസ്റ്റായി, D സെക്കൻഡായി, F ഫസ്റ്റ് ലെറ്ററായി. അപ്പോൾ ആ സെയിം, അപ്പോൾ ഫസ്റ്റ് 4 ലെറ്ററിന് ബേസിക്കലി നടത്തേക്കണം ഇങ്ങനത്തെ ഒരു മാപ്പിംഗ് ആണ്. പിന്നെ നമ്മൾ നോക്കുന്നത് 5th ലെറ്റർ ആണ്. 5th ലെറ്റർ എന്ന് പറഞ്ഞാൽ V ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കണത് അല്ലേ. ഇവിടെ വരെ Q ആയി, 5th ലെറ്റർ V ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കണത്. ഇയും വിയും നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഓപ്പോസിറ്റ് പെയേഴ്സ് ആണെന്ന്. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ നമ്മൾ ഫസ്റ്റ് 13 ലെറ്റേഴ്സിന് ഒരു സീക്വൻസ് ആയിട്ട് എഴുതി, നെക്സ്റ്റ് 13 ലെറ്റേഴ്സിനെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതി. അതായത് A to B, B C എക്സെട്ര ടു M വരെ ഇവിടെ എഴുതി. എന്നിട്ട് N മുതൽ ബാക്കിലോട്ട് വന്ന് Z വരെയും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് വരുന്ന ലെറ്റേഴ്സിനാണ് നമ്മൾ ഓപ്പോസിറ്റ് പെയേഴ്സ് എന്ന് പറഞ്ഞത്. അതായത് ഇയുടെ ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ് നമ്മുടെ V എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് ഏതൊരു ഷിഫ്റ്റിലാണ് CHSL ഷിഫ്റ്റിൽ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഓപ്പോസിറ്റ് പെയർ, എന്താണ് ആ റിലേഷനൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് V ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, 5th ലെറ്ററിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് V ആയിട്ട് നമ്മുടെ സെക്കൻഡ് വേർഡിൽ വന്നേക്കണം. പിന്നെ നമ്മൾ എഗെയിൻ നോക്കണം. പിന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നെക്സ്റ്റ് 4 ലെറ്റേഴ്സും എഗെയിൻ ഇതുപോലെ തന്നെ ക്രോസ് ചെയ്ത് മാപ്പ് ചെയ്ത് വെച്ചേക്കണതാണ്. അതായത് ഇവിടെ നോക്ക് SKNJ, അതുപോലെ തന്നെ HKNJ. അപ്പോൾ ബേസിക്കലി നടുക്കത്തെ ലെറ്റർ ഒഴിച്ച് ബാക്കി രണ്ടും ഇങ്ങനെ ക്രോസ് ആയിട്ട് മാപ്പ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നേക്കുന്ന പറഞ്ഞാൽ ഫസ്റ്റ് വേർഡാണ് ഇവിടെ മിസ്സിംഗ് ആയിട്ട് വന്നേക്കുന്നത്, സെക്കൻഡ് വേർഡാണ് പിന്നെ നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഫസ്റ്റ് വേർഡിനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് 4 ലെറ്റേഴ്സിനെ നമ്മൾ ക്രോസ് ചെയ്ത് മാപ്പ് ചെയ്യും. അതായത് ഐന് ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും, I ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും, അതുകഴിഞ്ഞിട്ട് L വരും, അതുകഴിഞ്ഞിട്ട് E വരും, അതുകഴിഞ്ഞിട്ട് H വരും. അതായത് ഫസ്റ്റ് ലെറ്റർ 4th ലെറ്റർ ആയി, സെക്കൻഡ് ലെറ്റർ സെക്കൻഡ് ലാസ്റ്റ് ആയി, തേർഡ് സെക്കൻഡ് ആയി, 4th ഫസ്റ്റ് ആയി. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം ലോജിക്ക് തന്നെ. അതുകഴിഞ്ഞിട്ട് 5th ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഓയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഓയുടെ ഓപ്പോസിറ്റ് പെയർ അതെന്ന് പറഞ്ഞാൽ L ആണ്. ഓക്കെ, ഓയുടെ ഓപ്പോസിറ്റ് പെയർ L ആണ്. അപ്പോൾ നമുക്ക് ILEHലായിരിക്കും നമ്മുടെ ആൻസർ തുടങ്ങുന്നത്. നമുക്ക് ഏത് ഓപ്ഷൻസിലാന്ന് നോക്കാം. ILEH എല്ലാം IELH ആണ്. OL ആയിരിക്കും, അതിന് പകരം L ആയിരിക്കും വന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഓപ്ഷൻ എയും സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം ഇവിടെ O ആണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എഗെയിൻ രണ്ടും ഓക്കെ
ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ, കാരണം ILEH ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അതിലായിരിക്കും നമ്മുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ഡിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെറ്റർ I ആയി മാറി. അപ്പോൾ നമുക്കത് റോങ് ആയിട്ട് പറയാം. സെക്കൻഡും ഫസ്റ്റും തിരിഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഈ CHSL എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുകയാണ് ഈ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കോഡഡ് ബ്ലഡ് റിലേഷനെ കുറിച്ചാണ് നോക്കിയത്. അപ്പോൾ ഇത് ഒരു പസിൽ ടൈപ്പിലുള്ള ബ്ലഡ് റിലേഷനാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. അർഷസ് ശിവംസ് ഫാദർ. അപ്പോൾ നമുക്ക് ആ ബ്ലഡ് റിലേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കണമെങ്കിൽ ആ ഫ്ലോയിൽ തന്നെ നമുക്ക് ഡയഗ്രാം വരക്കാം, അതിൻ്റെ കറസ്പോണ്ടിങ് ഡയഗ്രാം. അപ്പോൾ അർഷ് എസ് ശിവംസ് ഫാദർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശിവം ഇവിടെ വരക്കാം, അതിൻ്റെ മുകളിൽ. അപ്പോൾ ഡിഫറെൻറ്റ് ജനറേഷനുള്ള ആൾക്കാരെ നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സിലായിട്ടാണ് ഡയഗ്രത്തിൽ വരയ്ക്കുന്നത്. അപ്പോൾ ശിവംസ് ഫാദർ, അർഷ് എസ് ശിവംസ് ഫാദർ എന്നാണ് പറയുന്നത്. അപ്പോൾ അർഷ് എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഫാദർ. അപ്പോൾ നമ്മൾ ഫാദർ എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് സിമ്പിൾ കൊടുക്കാം, മെയിൽ ആയത് കാരണം. ധ്രുവ് ഇസ് എ സൺ ഓഫ് ബിംല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഡയഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എയ്തർ അർഷിൻ്റെയോ അല്ലെങ്കിൽ ശിവൻ്റെയോ റിലേഷൻഷിപ്പാണ് പറയേണ്ടത്. പക്ഷേ അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞത് എന്താ, ബേസിക്കലി ധ്രുവിനെയും ബിംലേനെയും കുറിച്ച് പറയണത്. അവർ രണ്ടുപേരും നമ്മുടെ ഡയഗ്രത്തിലില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ആ ഒരു സെൻറ്റൻസ് മാത്രം ഇഗ്നോർ ചെയ്യാം. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അടുത്ത സെൻറ്റൻസ് പറഞ്ഞാൽ ഈശ്വർ ഇസ് എ ഫാദർ ഓഫ് അർഷ്. ഓക്കെ, അടുത്തത് ഈശ്വറിനെ കുറിച്ചാണ് പറയുന്നത്. അർഷിൻ്റെ ഫാദറാണ് ഈശ്വർ. അപ്പോൾ നമുക്കതിന് ES. ഓക്കെ, ഇതാണ് ഈശ്വർ എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് പോകാം. ഇഫ് ശിവം ഇസ് എ ബ്രദർ ഓഫ് ധ്രുവ്. ഓക്കെ, ധ്രുവിൻ്റെ ബ്രദറാണ് ശിവം എന്ന് പറയാം. ശിവം ഇതാണ് ധ്രുവിൻ്റെ ബ്രദർ. അപ്പോൾ ധ്രുവും ശിവവും ബ്രദേഴ്സാണ് അല്ലേ, ധ്രുവ്. ഇഫ് ശിവം ഇസ് എ ബ്രദർ ഓഫ് ധ്രുവ്, അപ്പോൾ ഇത് പോസിറ്റീവ് കൊടുക്കുക. ധ്രുവ് ബ്രദറാണ്, സെയിം പാരൻറ്റിൽ നിന്ന് വന്ന കാരണം നമ്മൾ ആ ലൈൻ, പാരൻറ്റിൽ നിന്ന് വന്ന ലൈനെ നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിബ്ലിങ്സ് എന്ന് പറയുന്നത് ഒരാൾ ശിവമും ഒരാൾ ധ്രുവുമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചേക്കണത്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലൈൻ ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആണ് വന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഒരു ലൈൻ നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നല്ലോ, ആ ലൈൻ നമുക്ക് ഈ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ഈ പറയുന്നത് എന്താണ്, ധ്രുവ് ഇസ് എ സൺ ഓഫ് ബിംല. ഓക്കെ, ധ്രുവ് എന്ന് പറഞ്ഞാൽ ബിംലയുടെ സൺ എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമേ അത് നോക്കാം. അതെങ്ങനെ വരും ബേസിക്കലി. അപ്പോൾ ധ്രുവിൻ്റെ മദർ എന്ന് പറയുമ്പോൾ ബിംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവിൻ്റെ മദറാണ്, അതായത് അർഷിൻ്റെ വൈഫാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവർ രണ്ടുപേരും മാരീഡ് കപ്പിൾസ് ആയതാണ് നമ്മൾ ഈക്വൽ ടു സിമ്പിൾ വെച്ച് ഇവരുടെ റിലേഷൻ എഴുതിയത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇതായിരിക്കും നമ്മുടെ ബ്ലഡ് റിലേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. ഇവിടെ ചോദിച്ചങ്ങനെ എന്താണെന്ന് നോക്കാം. ഹൗ ഇസ് ബിംല റിലേറ്റഡ് ടു ഈശ്വർ. ഓക്കെ, ഈശ്വർ എവിടെ, ഈശ്വർ ഇതാണ്. ഈശ്വർ എന്ന് പറഞ്ഞാൽ അർഷ് ഫാദർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ബിംല എന്ന് പറഞ്ഞാൽ അർഷിൻ്റെ വൈഫാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഹൗ ബിംല ഇസ് റിലേറ്റഡ് ടു ഈശ്വർ എന്നാണ്. ബിംല ആരാണ്, ബിംലയുടെ ഹസ്ബൻഡിൻ്റെ ഫാദറാണ് ഈശ്വർ. അതായത് ബിംല എന്ന് പറഞ്ഞാൽ ഡോട്ടർ ഇൻ ലോ ഓഫ് ഈശ്വറാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആയിരിക്കും. ബിംല ഇസ് ദി ഡോട്ടർ ഇൻ ലോ ഓഫ് ഈശ്വർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, അതായത് പസിൽ ടൈപ്പിലുള്ള ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്തോ, കാരണം അത് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിൻ്റെ ഷിഫ്റ്റിൽ ഈ CHSL എക്സാംസിന് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ്, ബ്ലഡ് റിലേഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്പർ സീരീസ് ആണ്. നമ്പർ സീരീസും യൂഷ്വലി എല്ലാം എക്സാമിന് ഒരു പാറ്റേൺ ഉണ്ട്. നമ്പർ സീരീസ് ചോദിക്കും, അനാലജി ചോദിക്കും, ഓഡ് വൺ ഔട്ട് ചോദിക്കും. അങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഉള്ള എല്ലാ പാറ്റേണും ഇതിലും റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇത് 6, 7, 11, 20 എന്നാണ് തന്നേക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കാം, എന്തെങ്കിലും റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് 6, 7, 11, 20 ആണ് നമ്മൾ, ഇതാണ് നമുക്ക് ഗസ് ചെയ്യേണ്ട നമ്പർ. ഡിഫറൻസ് എടുക്കുക, ഡിഫറൻസ് 1 വന്നു. ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുക, ഡിഫറൻസ് 3 വന്നു. അല്ലേ, 3 അല്ല 4 ആണ്, സോറി 4 വന്നു. ഇവിടെ ഡിഫറൻസ് എടുക്കുക, 9 വന്നു. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ നമ്പേഴ്സ് എല്ലാം എന്താ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അതായത് 1ൻ്റെ സ്ക്വയർ ആണ്, ഇത് 2ൻ്റെ സ്ക്വയർ ആണ്, ഇത് 3ൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അടുത്ത ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ഡിഫറൻസ് 4ൻ്റെ സ്ക്വയർ ആയിരിക്കും എന്നായിരിക്കും. ഡിഫറൻസ് അല്ല, നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ ആയിരിക്കും. 4 സ്ക്വയർ ആണ്, അതായത് 16 ആണ് ബേസിക്കലി. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് നോക്കാം. 20 + 6, നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20 + 16 ആയിരിക്കും. അതായത് ഓപ്ഷൻ D ആയിരിക്കും, അതായത് 36 എന്ന് പറഞ്ഞാൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ലോജിക്കും കോമൺ ആയിട്ട് എക്സാംസിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക എങ്ങനെ ഡിഫറൻസ് എടുത്തൊക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4th ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം ഫസ്റ്റ്.
In a code language, GOURD is written as IQSTF. How will APHID ഈ ഒരു വേർഡ് വി റിട്ടേൺ ഇൻ ദാറ്റ് ലാംഗ്വേജ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് കോഡും തന്നിരിക്കുന്ന വേർഡും അതിൻ്റെ കറസ്പോണ്ടിങ് കോഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സെയിം ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യുക. അതാണ് നമ്മുടെ ബേസിക് ലോജിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗോഡ് എന്ന് പറഞ്ഞ വാക്ക് എഴുതാം, GOURD. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഇതും നമ്മൾ സെക്കൻഡ് നമുക്ക് തന്നിരിക്കുന്ന കോഡ് വേർഡും IQSTR എന്ന് പറഞ്ഞ വാക്കും ഇത് തമ്മിൽ എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്ലേസ് വാല്യൂസ് അങ്ങോട്ട് എഴുതാം. പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 7, 15, യുടെ പ്ലേസ് വാല്യൂ 21, ആറിൻ്റെ 18, ഡിയുടെ 4, ഐയുടെ എന്താണ് 9, 17, 19, 20, 18. നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുക സംഹൗ ഈ നമ്പർ സീക്വൻസുകളെല്ലാം റിലേറ്റ് ചെയ്യണമെന്ന്. നമുക്ക് 7ഉം 9ഉം ഫസ്റ്റ് നോക്കാം. 7ഉം 9ഉം നോക്കുമ്പോൾ എന്താ ഒരു +2 ചേഞ്ച് ആണ്. 15, 17 അഗെയിൻ ഒരു +2 ചേഞ്ച് ആണ്. 21, 19 എന്ന് പറയുമ്പോൾ ഒരു -2 ചേഞ്ച് ആണ് ഇവിടെ വന്നത്. ഓക്കെ, അടുത്ത 18, 20 ഒരു +2 ചേഞ്ച്. 4ഉം 18 ഒരു +2 ചേഞ്ച്. 4ഉം 18 ആണല്ലോ വന്നത്. സോറി ഇവിടെ തെറ്റുണ്ട്. IQSTF എന്നായിരുന്നു. അപ്പോൾ F ആണിത്. അപ്പോൾ ഇവിടെ 6 ആണ്, ഇവിടെ T ആണ്, അപ്പോൾ 20 ആണ്. ഇവിടെ ഒരു +2 ചേഞ്ച് ആണ്, ഇവിടെ ഒരു +2 ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ, നടുക്കത്തെ ലെറ്റർ ഒഴിച്ച് ബാക്കി എല്ലാം ഒരു +2 ഷിഫ്റ്റാണ് നടക്കുന്നത്. നടുക്കത്തെ ലെറ്റർ ബാക്കിലോട്ട് -2 ഷിഫ്റ്റാണ് നടക്കുന്നത്. നമുക്ക് ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് APHID നമുക്ക് മാപ്പ് ചെയ്യാം. APHID എങ്ങനെ മാപ്പ് ചെയ്യും? അതിന് APHID എന്ന് എഴുതുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട വേർഡ് ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതുന്നുണ്ട്. 1, 16, 8, 9, 4 എന്നുള്ളത്. ഇവിടെ നമ്മൾ ഈ സെയിം ലോജിക്ക് +2 ലോജിക്ക് +2 അടിക്കുക. അപ്പോൾ ഇത് 3 വരും. +2 അടിക്കുക. അപ്പോൾ ഇത് 18 വരും. -2 അടിക്കുക. നടുക്കുള്ള ലെറ്ററിൻ്റെ -2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 6 വരും. ഇവിടെ +2 അടിക്കുക. ഇവിടെ 11 വരും. ഇവിടെ +2 അടിക്കുക. ഇവിടെ 6 വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കോഡ് എന്ന് നമ്മുടെ കറസ്പോണ്ടിങ് വേർഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഓരോ നമ്പേഴ്സിനെ കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് എഴുതുക. 3 എന്ന് പറഞ്ഞാൽ C ആണ്, 18 എന്ന് പറഞ്ഞാൽ R ആണ്, 6 എന്ന് പറഞ്ഞാൽ F ആണ്, 11 എന്ന് പറഞ്ഞാൽ K ആണ്, ഇത് പറഞ്ഞാൽ again F ആണ്. അപ്പോൾ CRFKF എന്നായിരിക്കും നമ്മുടെ ആൻസർ. CRFKF. അപ്പോൾ നമ്മൾ ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, വേറെ ഓപ്ഷൻസിലൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇതായിരിക്കും. അപ്പോൾ ഇതാണ് കോഡിങ് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യനും. ഇതും എല്ലാം എക്സാംസിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഈ ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ മോർ പാറ്റേൺസ് നമ്മൾ ഫെമിലിയറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഇൻ ദ ഗിവൺ സെറ്റ്. ഓക്കെ, ഈ സെറ്റിലുള്ള നമ്പേഴ്സ് എങ്ങനെയാണോ റിലേറ്റ് ചെയ്തേക്കുന്നത് അത് കറസ്പോണ്ടിങ് അനാലജി ക്വസ്റ്റ്യൻ ആണ്, കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് നമ്പേഴ്സും ഇതെല്ലാം അടുത്തടുത്തിരിക്കുന്ന നമ്പേഴ്സാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അരിത്തമെറ്റിക് അഡീഷനോ സബ്സ്ട്രാക്ഷൻ ലോജിക്കോ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡിഫറൻസ് എടുത്ത് നോക്കാം. ഒരു ഡിഫറൻസ് എത്രയാണ്? 15, 4. ഓക്കെ, +5 ആണ് ഡിഫറൻസ് വന്നത്. എഗെയിൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് എത്ര വന്നു? +5. ഓക്കെ, 25 വന്നു. അപ്പോൾ ഡിഫറൻസ് 5ഉം 25ഉം വന്നു. അപ്പോൾ ഈ ലോജിക്കുള്ള ഓപ്ഷൻസിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നോക്കാം. ഓക്കെ, ഇത് രണ്ടും നമുക്ക് എഗെയിൻ ഫസ്റ്റ് തന്നെ +5 ചേഞ്ച് വന്നു. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കുമ്പോൾ ഓക്കെ അത് എഗെയിൻ 25 വന്നു. അത് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഈ ഒരു ലോജിക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആൻസറിൻ്റെ ഓപ്ഷൻ A ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും എല്ലാം എക്സാംസിനും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പല ലോജിക്കുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് തന്നെ ഇതിലുള്ള എല്ലാ പാറ്റേൺസും യൂഷ്വലി വരുന്ന പാറ്റേൺസ് എല്ലാം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് നമ്മൾ ഒരു പർട്ടിക്കുലർ ലോജിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്യണുള്ളൂ. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കുറേ ചെയ്ത് നോക്കാം, കുറേ പാറ്റേൺസ് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടൈപ്പാണ് സിലോഗിസം ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ചെയ്തതാണ്, ഈ ടൈപ്പ് ഉള്ളതൊക്കെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് വെൻ ഡയഗ്രാം യൂസ് ചെയ്താണ് ചേഞ്ച് ചെയ്യണത്. അപ്പോൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് പറയണത് ഓൾ സിംഗേഴ്സ് ആർ ഡാൻസേഴ്സ് എന്നാണ് പറയണത്. ഓൾ സിംഗേഴ്സിനെ നമ്മളൊരു സെറ്റ് വെച്ച് ഒരു സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു എല്ലാം സിംഗേഴ്സിനും. ഓൾ സിംഗേഴ്സ് ആർ ഡാൻസേഴ്സ്. അപ്പോൾ നമ്മൾ ഡാൻസേഴ്സിനെ അഗെയിൻ പുറത്ത് വെച്ചു. അപ്പോൾ എല്ലാ സിംഗേഴ്സും അതായത് സിംഗേഴ്സിലുള്ള എല്ലാ എലമെൻസും ഡാൻസേഴ്സിൻ്റെ ആ സെറ്റിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയി. പിന്നെ അടുത്ത് എന്താ പറയണത്? നോ ഡാൻസർ ഇസ് എ പ്ലംബർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നോ ഡാൻസർ ഇതാണ്, ഇസ് എ പ്ലംബർ എന്നാണ് പറയുന്നത്. പ്ലംബറിൻ്റെ സെറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇവിടെ ഒരു ക്രോസ് കൊടുക്കാം. എന്നിട്ട്
ക്രോസ് കൊടുത്ത് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് ഈ സെറ്റിലുള്ള ഒരു എലമെൻറ്റും അതായത് ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു എലമെൻറ്റും ഈ സർക്കിളിൽ ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മൾ ഫാക്ട്സ് ആയിട്ട് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് കൺക്ലൂഷൻസ്, ഏതൊക്കെ കൺക്ലൂഷൻസ് ട്രൂ ആവും നോക്കാം. അപ്പോൾ ഇത് പറയുന്നത് നോ പ്ലംപർ ഇസ് എ സിംഗർ. അതായത് ഈ പ്ലംപർ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു എലമെൻറ്റും സിംഗറിൻ്റെ സെറ്റിലില്ല. അത് ട്രൂ അല്ലേ ആ സ്റ്റേറ്റ്മെൻറ്റ്? കാരണം ഈ സെറ്റിലുള്ള ഒരു എലമെൻറ്റും ഈ സെറ്റിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സെറ്റിലുള്ള കോമൺ ആയിട്ട് ഒരു എലമെൻസും ഇല്ല ബേസിക്കലി ഈ രണ്ട് സെറ്റ് തമ്മിൽ. ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആണ്. പിന്നെ അടുത്തത് നോക്കാം. സം സിംഗേഴ്സ് ആർ പ്ലംപേഴ്സ്. സം സിംഗേഴ്സ്, ഓക്കെ, സിംഗേഴ്സ് ഇതാണ്, ആർ പ്ലംപേഴ്സ് ആണ്. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഈ ഒരു നോട്ട് കേസ് വന്ന കാരണം ഈ സെറ്റിലുള്ള ഒരു എലമെൻറ്റും ഈ സെറ്റിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് അപ്പം തന്നെ ക്യാൻസൽ ചെയ്യാം. ഇത് റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ സം ഡാൻസേഴ്സ് ആ സിംഗർ. ഓക്കെ, ഡാൻസേഴ്സിൻ്റെ സെറ്റ് ഇതാണ്, സിംഗേഴ്സിൻ്റെ സെറ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ കോമൺ ആയിട്ട് ഒരു ഓവർലാപ്പ് വരുന്നുണ്ട് ഈ രണ്ട് സെറ്റ്സ് തമ്മിൽ. ബേസിക്കലി സിംഗേഴ്സിലുള്ള എല്ലാ എലമെൻറ്റ്സും ഡാൻസേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സം ഡാൻസേഴ്സ് ആണ് ഒബ്വിയസ്ലി സിംഗേഴ്സ് ആയിരിക്കും. അപ്പോൾ തേർഡ് ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് നോക്കണത്? ഫസ്റ്റ് കൺക്ലൂഷനും തേർഡ് കൺക്ലൂഷനാണ് ട്രൂ ആയിട്ട് വന്നേക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റും അഗെയിൻ ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു വേർഡ് തന്നിട്ടുണ്ട്, ഈ സെയിം ഇതെങ്ങനെയാണോ റിലേറ്റ് ചെയ്തേക്കണം ആ സെയിം ലോജിക്കലി ഇതിനെ റിലേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? ആദ്യം തന്നെ നേരത്തെ കോഡിങ് ഡീകോഡിങ്ങിൽ ചെയ്ത പോലെ തന്നെ DHMR ഇല്ലേ, DHMR അതിനെ BJKT ആയിട്ടാണ് നമ്മൾ മാപ്പ് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അഗെയിൻ ഇതിൻ്റെ 4 പ്ലേസ് വാല്യൂസ് എഴുതുക. 4 ആണ്, Hൻ്റെ 8 ആണ്, Mൻ്റെ 13 ആണ്, Rൻ്റെ 18 ആണ്. അതുപോലെ തന്നെ Bയുടെ 2 ആണ്, Jയുടെ 10 ആണ്, Kയുടെ 11 ആണ്, Tയുടെ 20 ആണ്. എന്നിട്ട് ഇതെങ്ങനെ റിലേറ്റ് ചെയ്തേക്കണേ നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ D എന്ന് പറഞ്ഞാൽ -2 ആയിട്ടാണ് അയക്കണം, H എന്ന് പറഞ്ഞാൽ +2 ആണ്. കാരണം 8 to 10 മാപ്പിംഗ് വന്നേക്കണം. അടുത്ത് 13, ഇത് -2 വന്നു, ഇത് +2 വന്നു. അതായത് എല്ലാം ഓൾ പൊസിഷൻസിലുള്ള ഓഡ് പൊസിഷൻസ് ആണ്. ഓക്കെ, അല്ല എല്ലാ ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിലുള്ള എല്ലാ ഓഡ് പൊസിഷൻസിലുള്ള ലെറ്റേഴ്സും താഴോട്ട് -2 ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഈവൻ പൊസിഷനിലെല്ലാം +2 ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് XCOEയുടെ കറസ്പോണ്ടിങ് കോഡ് കണ്ടുപിടിക്കാം. XCOEയുടെ നമ്പർ എഴുതുക, പ്ലേസ് വാല്യൂസ് എഴുതുക. 24 ആണ്, 3, 15 and 5. ഇവിടെ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് -2 സംഭവിച്ചപ്പോൾ ഇവിടെ 22 ആയി. പിന്നെ +2 സംഭവിച്ചപ്പോൾ 5 ആയി. പിന്നെ -2 സംഭവിച്ചപ്പോൾ 13 ആയി. പിന്നെ +2 സംഭവിച്ചപ്പോൾ 7 ആയി. അതുകൊണ്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് എഴുതാം ഈ നമ്പേഴ്സിൻ്റെ. അപ്പോൾ 22 എന്ന് പറഞ്ഞാൽ V ആണ്, 5 എന്ന് പറഞ്ഞാൽ E ആണ്, പിന്നെ 30 എന്ന് പറഞ്ഞാൽ M ആണ്, 7 എന്ന് പറഞ്ഞാൽ G ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ VEMG ആണ്. ഓക്കെ, നോക്കുമ്പോൾ ഓപ്ഷൻ B ആണ് ആൻസർ. ഇതും ബേസിക്കലി നമുക്ക് പ്ലേസ് വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡൈസിൻ്റെ ബേസിസിലുള്ളത്. അതായത് ഇത് ബേസിക്കലി നമുക്ക് അറിയാവുന്ന ഡൈസ് ഇല്ലേ, ആ ഡൈസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചങ്ങനെയാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലോസ് ആയിട്ടുള്ളൊരു ഡൈസ് കിട്ടും. അപ്പോൾ ഇവർ ചോദിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ഓപ്പൺ ഡൈസ് വെച്ച് ഇതിൽ ഏത് ഡൈസാണ് പോസിബിൾ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പോസിബിൾ ബൈ ഫോൾഡിങ് ദ ഡൈസ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ഡൈസാണ് നമ്മുടെ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം? ഇതിൽ നമ്മളൊരു ട്രിക്ക് ഉണ്ട്. അതായത് നമ്മൾ ഈ സാധനം ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ആ ഡൈസിൽ തന്നെ ഓപ്പോസിറ്റ് ഫേസ് ഏതാണ് നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്ന ഫേസസ് അല്ലേ, അതെന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഫേസ് ആയിട്ട് വരും. അതായത് 2ഉം 4ഉം ഈ ക്വസ്റ്റ്യനിൽ ഈ സെയിം കോളത്തിൽ 1ഉം 6ഉം, അതായത് 2ഉം 4ഉം പിന്നെ 1ഉം 6ഉം ഓപ്പോസിറ്റ് ഫേസസ് ആയിട്ട് വരും നമ്മുടെ ക്വസ്റ്റ്യനിൽ. നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൈസിൻ്റെ ഒരു സൈഡ് ഫേസ് ഇതാണെങ്കിൽ ഈ ഫേസിനാണുള്ള ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2ന് ഓപ്പോസിറ്റ് 4 ആണെന്ന് പറഞ്ഞു, 1ന് ഓപ്പോസിറ്റ് 6 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി ബാക്കിയുള്ള 2 ഫേസും ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് ഫേസ് ആയിട്ട് വരുമല്ലോ, കാരണം ഇതൊരു ക്ലോസ്ഡ് ഡൈസ് ആയി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഫേസസ് എല്ലാം കിട്ടി. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഫേസസിൻ്റെ ഒരു പ്രത്യേകത എന്താ? അവരൊരിക്കലും അഡ്ജസൻ്റ് ആയിട്ടുള്ള ഫേസസ് അല്ല, അഡ്ജസൻ്റ് അല്ലാത്ത ആ ഫേസിനാണുള്ള ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ ഓപ്ഷൻസിൽ നോക്കാം, ഇത് എവിടെയെങ്കിലും കോൺട്രഡിക്റ്റ് ആവണ്ടോ നോക്കാം.
അതായത് ഈ ഫസ്റ്റ് ഓപ്ഷനിൽ നോക്കുമ്പോൾ 3 ഇവിടെ വന്നിട്ടുണ്ട്, 5 ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 3ഉം 5ഉം ഓപ്പോസിറ്റ് ഫേസ് ആണെന്നാണ് പറഞ്ഞത്, അഡ്ജസൻറ്റ് ഫേസ് അല്ല, ഓപ്പോസിറ്റ് ഫേസ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് ഡൈസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇത് ക്ലോസ് ചെയ്താൽ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഡൈസ് കിട്ടില്ല. നമ്മൾ അടുത്ത ഓപ്ഷൻ ഓപ്ഷൻ ബി നോക്കപ്പോൾ 6ൻ്റെ ഓപ്പോസിറ്റ് ഇതാ 1 ആണ് വന്നേക്കണം. ഓക്കെ, 4ൻ്റെ ഓപ്പോസിറ്റ് എന്താ വന്നേക്കണം, 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറഞ്ഞാൽ 4ഉം 2ഉം അഡ്ജസൻറ്റ് ഫേസസ് ആയിട്ടാണ് ഈ ഒരു ഓപ്ഷനിൽ വന്നേക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ ഇതുമല്ല, കാരണം നമ്മുടെ ഈ ഒരു ഡയഗ്രം അനുസരിച്ച് 2ഉം 4ഉം ഓപ്പോസിറ്റ് പെയർസ് ആണ് ആകേണ്ടത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫേസസ് ആണ് ആകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ നോക്കാം, 1ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ഏതാണ്, 6 ആണ്. 6 ഇവിടെ വന്നിട്ടുണ്ടോ, ഇല്ല. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം, 3ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ഏതാണ്, 5 ആണ്. 5 ഇവിടെ വന്നിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ ഇപ്പോൾ 4ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ഏതാണ്, 2 ആണ്. 2 ഇവിടെ വന്നിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ ഇതിലുള്ള എല്ലാ നമ്പേഴ്സും അഡ്ജസൻറ്റ് ഫേസ് ആകാൻ ചാൻസ് ഉള്ള നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്, കാരണം ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ഇതിലില്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ, കാരണം ഓപ്പോസിറ്റ് ഫേസ് ഒരിക്കലും അഡ്ജസ്റ്റൻ്റ് ആവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതല്ല ആൻസറിന് അർത്ഥം. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. Select the option that is related to the third number in the same way as the second number is related to the first number. ഓക്കെ, ഈ നമ്പർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ആ സെയിം റിലേഷൻഷിപ്പ് ഇവിടെ നമ്മൾ ആ സെയിം റിലേഷൻഷിപ്പുള്ള ഈ 13 കറസ്പോണ്ടിങ് നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9ഉം 86ഉം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, 9ൻ്റെ സ്ക്വയർ ഇല്ലേ, അത് 81ൻ്റെ അടുത്തുള്ള നമ്പറാണ് 86 എന്നുള്ളത്. അപ്പോൾ 81 + 5 ആണ് നമ്മുടെ സെക്കൻഡ് നമ്പർ എന്നുള്ളത്. അതായത് ഈ നമ്പറിൻ്റെ സ്ക്വയർ, അതായത് 9ൻ്റെ സ്ക്വയർ + 5 ആണ് സെക്കൻഡ് നമ്പർ എന്നുള്ളത്. അപ്പോൾ 13ൻ്റെ എങ്ങനെ കണ്ടുപിടിക്കും, 13ൻ്റെ സ്ക്വയറിൻ്റെ +5 ആണോ നോക്കാം. ആ ഒരു ലോജിക്കാണ് വർക്കൗട്ട് ആവാൻ നോക്കാം. 13ൻ്റെ സ്ക്വയർ എത്ര, 169 ആണ്, +5 എന്ന് പറഞ്ഞാൽ 174 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. ഓക്കെ, ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത ലോജിക്ക് കറക്റ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 35, 52, 75 ഒരു സീരീസാണ് തന്നേക്കണേ. സീരീസ് നമുക്ക് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡിഫറൻസ് എടുത്ത് നോക്കണം. ഡിഫറൻസ് എടുത്ത് നോക്കാം. ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത് എത്ര വരും, ഇതെന്ന് പറയുമ്പോൾ +7, 17 വരും. ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ +3, 55, 23 വന്നു. ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ +5, 8 അല്ല 35 വന്നു. ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ 41 വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറൻസുകൾ ഇതാന്ന് കിട്ടി. എഗെയിൻ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ലോജിക്കാണ് ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞ ലോജിക്ക്. അപ്പോൾ അത് വെച്ച് നമുക്ക് എഗെയിൻ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻസ് എടുത്ത് നോക്കാം, എന്തെങ്കിലും പാറ്റേൺ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 6 വന്നു. ഈ ഡിഫറൻസ് എത്ര വന്നു, 12 വന്നു. ഓക്കെ, ഈ ഡിഫറൻസ് എഗെയിൻ 6 വന്നു. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത് 6 വന്നു, +12 വന്നു, ഒരു 6 വന്നു. അപ്പോൾ എഗെയിൻ അടുത്തത് നമുക്ക് ഇങ്ങനെ ഓൾട്ടർനേറ്റ് 6, 12, 6, 12 എന്ന് പറഞ്ഞൊരു പാറ്റേൺ അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിഫറൻസ് എത്ര വരും എന്ന് പറയാം, 12 ആവുമെന്ന് പറയാം. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കറസ്പോണ്ടിങ് എന്ത് കിട്ടും, 12 + 41, അതായത് 43, 53 എന്ന് കിട്ടി. ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് 53 കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ 41 + 110 ചെയ്താൽ പോരെ. അപ്പോൾ ഈ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 151 + 53 ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. 151 + 53 എന്ന് പറയുമ്പോൾ 54 വരും, 204 എന്ന് വരും. 204 നമ്മുടെ ഓപ്ഷൻസിലുണ്ടോ, ഓക്കെ ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 204 ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത ആ ഒരു പാറ്റേൺ നമ്മൾ കറക്റ്റാണെന്ന് വിചാരിച്ച ലോജിക്ക്, അസ്യൂം ചെയ്ത ലോജിക്ക് കറക്റ്റാണ് ബേസിക്കലി. അതായത് നമ്മൾ ഇതിൻ്റെ ഡിഫറൻസുകൾ എടുക്കുക. അതായത് 35 നിന്ന് 50 പോകുമ്പോൾ എത്ര ചേഞ്ചാണ് വന്നത്, 17 എന്ന് പറഞ്ഞ ചേഞ്ച് അല്ലേ വന്നത്, +17 ചേഞ്ച് അല്ലേ വന്നത്. അപ്പോൾ ആ ചേഞ്ചുകളെല്ലാം എഴുതുക, അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസുകളെല്ലാം എഴുതുക. എഗെയിൻ ആ ഡിഫറൻസുകളൊന്നും എടുത്ത് നോക്കുക. അപ്പോൾ എഗെയിൻ നമുക്ക് എന്ത് കിട്ടി, ഡിഫറൻസുകളുടെ ഡിഫറൻസ് എടുത്തപ്പോൾ അവിടെ ഒരു പാറ്റേൺ കിട്ടി, 6, 12, 6, 12 എന്നുള്ളത്. അതിൽ നിന്ന് പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുക, നമ്മൾ താഴോട്ട് വന്നത് മുകളിലോട്ട് പോവുക. 12ൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഈ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതിനുവേണ്ടി ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടുന്ന് ഈ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഇതും ആഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു ലോജിക്ക് ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്, ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞ ലോജിക്ക്. അപ്പോൾ അത് നിങ്ങൾ ഫെമിലിയറൈസ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ലെറ്റർ സീരീസും ഇതും കോമൺ ആയിട്ടാണ്, നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. ഇതിലും പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കും, അത് വേറെ അപ്രോച്ചാണ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഗെയിൻ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്, ഈ ക്വസ്റ്റ്യൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു
ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ടാവും. എം പി എൻ എന്ന് പറയുന്ന സീക്വൻസ് ആണ് എൻ എൻ ആന്ന് വിചാരിക്കുക. ഈ ഒരു സീക്വൻസിനെ ഇവർ കണ്ടിന്യൂസ്ലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എഴുതും. എം പി എൻ എൻ അങ്ങനെ അങ്ങനെ നമ്മൾ എഴുതും. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ലെറ്റേഴ്സ് നമ്മളിങ്ങനെ ബ്ലാങ്ക് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് ബ്ലാങ്ക് ഇങ്ങനെ വരും. എന്നിട്ട് ആ ബ്ലാങ്കുകളാണ് നമ്മൾ ഈ ഗസ് ചെയ്യേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉള്ള ഒരു സീക്വൻസ് ഉണ്ട്, അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇവിടെ നമ്മൾ ആ സീക്വൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആ സീക്വൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് നോക്കാം. അതിന് മുന്നേ ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു സീക്വൻസ് ഇവിടെ ഉണ്ട്. എം പി എം എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അത് ഇവിടെ എവിടെയെങ്കിലും റിപ്പീറ്റ്, ഈ ഒരു ബ്ലാങ്ക് എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടോ നോക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ ഈ ബ്ലാങ്ക് ഗസ് ചെയ്യണമെങ്കിൽ, ഈ ഒരു ബ്ലാങ്ക് ഗസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക്കലി എം പിക്ക് മുന്നേ എന്ത് വന്നെന്ന് നോക്കിയാൽ പോരെ. എം പി എന്ന് പറഞ്ഞ സാധനം അവിടെ റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ എന്ത് വന്നെന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ നമുക്കത് കിട്ടില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എം പി എന്ന് പറഞ്ഞ സാധനം എവിടെയെങ്കിലും റിപ്പീറ്റ് ആയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, എം പി എന്ന് പറഞ്ഞാൽ ആ കറസ്പോണ്ടിങ് സീക്വൻസ് എവിടെയെങ്കിലും റിപ്പീറ്റ് ആയിട്ടുണ്ടോ? ഇല്ല, റിപ്പീറ്റ് ആയിട്ടില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പി എം എന്ന് പറഞ്ഞാൽ ആ ഒരു സീക്വൻസ് ആണ്, അത് എവിടെയെങ്കിലും റിപ്പീറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, നോക്കിപ്പോൾ ഇവിടെ റിപ്പീറ്റ് ആയിട്ടുണ്ട്, പി എം ഇവിടെയുണ്ട്. അപ്പോൾ പി എം കഴിഞ്ഞ് വന്നത് എന്താണ്? പി എം കഴിഞ്ഞ് വന്നത് എം ആണ് വന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലാങ്കിൽ നമുക്ക് എം ആണെന്ന് ഗസ് ചെയ്യാം. കാരണം പി എം വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഒരു സീക്വൻസ് ആണ് റിപ്പീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ പി എൻ കഴിഞ്ഞിട്ട് വരുന്നത് എന്തായിരിക്കും? എം ആണ്. അപ്പോൾ നമുക്ക് തേർഡ് ബ്ലാങ്ക് എം ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, ഈ ഓപ്ഷനിൽ യു ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല ആൻസർ. ഈ ഓപ്ഷൻ ഓക്കെ ചാൻസ് ഉണ്ട്, ഈ ഓപ്ഷൻ ചാൻസ് ഉണ്ട്, ഈ ഓപ്ഷൻ അല്ല, ഈ ഓപ്ഷനിൽ തേർഡ് ബ്ലാങ്ക് ജെ ആണ് വന്നേക്കണം. അപ്പോൾ ബിറ്റ്വീൻ ദീസ് ടു ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അടുത്ത നമുക്ക് നോക്കാം, ഇനിയും നമുക്ക് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കിപ്പോൾ ഓക്കെ, ഇവിടെ ഒരു പി എം വന്നിട്ടുണ്ട്, ഇവിടെ ഒരു പി എം വന്നിട്ടുണ്ട്. ഈ പി എമ്മിൻ്റെ മുൻപ് എന്താണ് വന്നത്? എം ആണ് വന്നത് അല്ലേ. നമ്മൾ ഇവിടെ എന്തായിരിക്കും? ഈ ഒരു ബ്ലാങ്കിൽ എം ആയിരിക്കും, കാരണം ഈ പി എമ്മിൻ്റെ മുന്നും എം ആയിരിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ബ്ലാങ്ക്, ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്, സെക്കൻഡ് ലാസ്റ്റ് ബ്ലാങ്ക് എം ആണോ നോക്കാം രണ്ട് ഓപ്ഷൻസിൻ്റെയും. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ബ്ലാങ്ക് എം ആണ് രണ്ട് ഓപ്ഷൻസിൻ്റെയും. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓപ്ഷൻസ് കമ്പയർ ചെയ്യാം ജസ്റ്റ്. നമുക്കിപ്പോൾ ഈ ഓപ്ഷൻസിൻ്റെ ഫസ്റ്റ് 4 ലെറ്റേഴ്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ ബ്ലാങ്ക്സ് നമുക്ക് ഡയറക്റ്റ്ലി ഈ ഓപ്ഷൻസിൽ നിന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ യു ആണ്. അപ്പോൾ യു സി എം എന്ന് കിട്ടി, യു സി എം പി എം ഓക്കെ എം ജെ. അപ്പോൾ നമുക്ക് ഇത്രയും പാർട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ഈ സീക്വൻസിൻ്റെ നമുക്ക് നോക്കുമ്പോൾ യു സി എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ഇത്രയും പാർട്ട് ഇതാണ് ആ സീക്വൻസ് എന്ന് പറഞ്ഞാൽ, ഈ സീക്വൻസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കുമ്പോൾ യു സി എം പി എം എം ജെ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് നോക്കിയപ്പോൾ യു സി, അതായത് ഇവിടുത്തെ സാധനം റിപ്പീറ്റ് ചെയ്യാണ്. യു സി എം എന്ന് വന്നു. അപ്പോൾ പി ആയിരിക്കും ഇവിടുത്തെ ലെറ്റർ പി ആയിരിക്കും. ഓക്കെ, എം ജെ. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയും അടുത്ത ലെറ്റർ. അപ്പോൾ അഗെയിൻ ഇവിടെ യു വരും. അപ്പോൾ നമുക്ക് എല്ലാം ഗസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസിൽ നോക്കാം ഈ ഒരു പാറ്റേൺ വന്നേക്കണം എവിടെയാണെന്ന്. അപ്പോൾ നമുക്ക് ജെ വരെ നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വരുന്നത് പി ആണ് അല്ലേ. അത് തന്നെ ബ്ലാങ്ക് വന്നത് പി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ജെ കഴിഞ്ഞിട്ട് വന്ന ഇവിടെ ഒരു ബ്ലാങ്ക് അല്ലേ. ഓക്കെ, അപ്പോൾ ജെ കഴിഞ്ഞിട്ട് വരുന്ന ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബ്ലാങ്കിൽ വരുന്നത് പി ആണ്. അത് ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. അതായത് ഒരു പെർട്ടിക്കുലർ 2 ലെറ്റർ വല്ലതും ഉണ്ടെങ്കിൽ അതിന് മുന്നിലും ബാക്കിലും ബ്ലാങ്ക് ഉണ്ടെങ്കിൽ സെയിം പാറ്റേൺ എവിടെയെങ്കിലും റിപ്പീറ്റ് ആവണ്ടോ നോക്കുക. എന്നിട്ട് അതിൻ്റെ ബേസിൽ നമുക്ക് ഓരോ ലെറ്റേഴ്സ് ഓരോ ബ്ലാങ്കും ഗസ് ചെയ്യാം. എന്നിട്ട് പിന്നെ വൺസ് ഒരു ഓൾമോസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ നോക്കി നമ്മൾ ഗസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പാറ്റേൺ കിട്ടും, അല്ലെങ്കിൽ ആ സീക്വൻസ് കിട്ടും, ആ റിപ്പീറ്റിംഗ് സീക്വൻസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് അത് നോക്കിയിട്ട് എന്നിട്ട് ഓപ്ഷൻസ് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അനാലജി അല്ല, ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്ക് നോക്കാം ഇതിലെ നമ്പേഴ്സൊക്കെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കണമെന്ന്. നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 8ൻ്റെ സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർസ് കാണുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിനൽ സ്ക്വയർ റൂട്ട് എന്താണെന്ന് ആലോചിച്ചോളണം. അപ്പോൾ 100 ആണ്, അപ്പോൾ 100ൻ്റെ 10 സ്ക്വയർ ആണ്. അപ്പോൾ 10ഉം 8ഉം കൂടി ആഡ് ചെയ്താൽ 10ഉം 8 കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആഡ് ചെയ്ത് 18 വരുമെന്ന്. ഓക്കെ, അപ്പോൾ അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ലോജിക്കായിട്ട് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു ലോജിക്കാണ്. അതായത് സ്ക്വയർ റൂട്ടിൻ്റെ സമ്മാണ് ഇവിടെ തന്നേക്കുക, തേർഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് 2 നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ സമ്മാണ് തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ. നമുക്ക് എങ്ങനെ ഇവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 5 ആണ്, ഇതെന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. 5ൻ്റെ സ്ക്വയർ ആണ്, ഇത് 4ൻ്റെ സ്ക്വയർ ആണ്. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടി. അപ്പോൾ ഇവിടെയും രണ്ട് സ്ഥലത്തും സെയിം ലോജിക്കാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി നോക്കുമ്പോൾ എഗെയിൻ ഇവിടെ 4 സ്ക്വയർ ആണ്, ഇവിടെ 8 സ്ക്വയർ ആണ്. അപ്പോൾ 4 + 8 12. അപ്പോൾ ഇവിടെയും ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഒബ്വിയസ്ലി ഡി ആയിരിക്കും.
കാരണം 81 എന്ന് പറഞ്ഞാൽ 9ൻ്റെ സ്ക്വയർ ആണ്, 9 എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ ആണ്. ഇത് രണ്ടും സം ചെയ്ത് കഴിഞ്ഞാൽ അതായത് 9 + 3 ചെയ്ത് കഴിഞ്ഞാൽ 12 ആണ് കിട്ടേണ്ടത്. പക്ഷേ നമ്മുടെ ഇവിടെ തേർഡ് നമ്പറായിട്ട് തന്നിരിക്കുന്നത് 19 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആക്ച്വലി 12 ആണ് വരേണ്ടത്. അപ്പോൾ അതാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ലോജിക്കൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. യൂഷ്വലി CHSL എക്സാമിന് യൂസ് ചെയ്യുന്ന ലോജിക്കാണ്. പിന്നെ അത് മാത്രമല്ല, അതല്ലാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസും ചോദിച്ചു. അതായത് അനാലജി ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ബ്ലഡ് റിലേഷൻ ചെയ്താണ്. ഇതല്ലാതെ കോഡഡ് ബ്ലഡ് റിലേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ പോയിൻറ്റിങ് ടു എന്നുള്ള ആ ഒരു ഫോർമാറ്റിലുള്ള ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ കുറേ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. അതിലുണ്ട് ചിലപ്പോൾ ആ മറ്റേ സിമ്പിൾസിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ സിമ്പിൾസ് ഇല്ലേ, അതിൻ്റെ ഓർഡർ തെറ്റിച്ചിട്ടായിരിക്കും തന്നേക്കണം. അത് കറക്റ്റ് ചെയ്യുക, ഏത് ഓപ്ഷൻസിൽ ഏത് ഓർഡറിലുള്ള സിമ്പിൾസ് ആണ് കറക്റ്റ് ആണെന്നുള്ള അങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ തന്നിട്ടുണ്ട് ഇതിൻ്റെ മോഡൽസ്, ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ സിലോഗിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഡിക്ഷണറി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ടാവും. ഉണ്ട് അടുത്തിട്ട് നമ്മൾ ഡിക്ഷണറിയിൽ തന്നെ ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള അതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ കംപ്ലീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ നോൺ വെർബലിൽ വന്നതാണ്. നമുക്ക് ഒരു സീക്വൻസ് ഓഫ് ഫിഗേഴ്സ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പാട്ട് മാത്രം, ഒരു ഫിഗർ തന്നിട്ട് അതിൻ്റെ ഒരു പാട്ട് മാത്രം മിസ്സിങ് ആയിട്ടായിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ ഓപ്ഷൻ സി നോക്കി ഗസ് ചെയ്യുക. ആ ഒരു ക്വസ്റ്റിന് വേണ്ടിയും നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നോക്കിയാൽ മതി. നമ്മളതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ, അപ്പോൾ അതും ചെക്കൗട്ട് ചെയ്യുക വേണമെങ്കിൽ. പിന്നെ മിറർ ഇമേജിൻ്റെയൊക്കെ വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് മിറർ ഇമേജ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സിൽ നിന്ന് കിട്ടും. കാരണം നമ്മൾ അതിനൊരു ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അത് ആ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലാതെ പല പാറ്റേൺസ് അങ്ങനെയൊന്നും വരില്ല. നമുക്കൊരു ഒറ്റ ലോജിക്ക് മറ്റേ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ലോജിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും മിറർ ഇമേജിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും. അത് കഴിഞ്ഞിട്ട് വരുന്നത് വെൻ ഡയഗ്രം എന്ന് പറയുമ്പോൾ 3 സെറ്റ് തന്നിട്ടുണ്ടാകും. ആ സെറ്റ് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കണേ നമ്മൾ വെൻ ഡയഗ്രം വെച്ച് നമ്മൾ ഏത് പർട്ടിക്കുലർ വെൻ ഡയഗ്രമാണ് ആ സെറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ മാൻ, ഫാദർ, ഇതാണ് 2 സെറ്റ് എന്ന് വെച്ചാൽ. ഇത് മാൻ എന്ന് പറഞ്ഞാൽ മാൻ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയും ഫാദർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി. ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത് വെൻ ഡയഗ്രത്തിൽ എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം മാനിൻ്റെ സെറ്റ് വരക്കുക. ഓക്കെ, അതിൻ്റെ ഉള്ളിലായിരിക്കും ഫാദേഴ്സിൻ്റെ സെറ്റ് അല്ലേ, ഫാദേഴ്സ് എന്നുള്ള സെറ്റ്. ഇങ്ങനെ ഇരിക്കും ഇത് തമ്മിലുള്ള റിലേഷൻ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, സർക്കിൾസ് വെച്ച് നമ്മൾ ഓരോ സെറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അത് തമ്മിലുള്ള റിലേഷൻ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ മോഡൽസ് കിട്ടാനും പ്രീവിയസ് ഇയർ പേപ്പർ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത പ്രീവിയസ് ഇയർ സെഷൻസ് നോക്കിയാൽ മതി. പിന്നെ എംബഡഡ് ഫിഗർ, അതായത് ഒരു പെർട്ടിക്കുലർ ഫിഗറിൽ ഒരു ഓപ്ഷൻ സി തന്നിരിക്കുന്ന ഫിഗർ ഉണ്ടോ എന്ന് നോക്കാനായിട്ടുള്ളതാണ് എംബഡഡ് ഫിഗർ എന്നുള്ളത്. പിന്നെ ഫോൾഡിങ് അൺഫോൾഡിങ്. അപ്പോൾ ഈ ക്വസ്റ്റിന് വേണ്ടിയും നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് റെഫർ ചെയ്താൽ മതി. അപ്പോൾ ഏതാണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അറൗണ്ട് 20+ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ പാറ്റേണിൽ മാത്രം അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്ത ലോജിക്കിൽ മാത്രം ഒരു ചെറിയൊരു കറക്ഷനോ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് പ്രീവിയസ് ഇയറിൻ്റെ ബേസിസിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതോടെ നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എക്സാംസിന് വേണ്ടി പ്രീവിയസ് ഇയർ പേപ്പർ റെഫർ ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരുന്ന 2-3 വീഡിയോസ് പ്രീവിയസ് ഇയറിൻ്റെ ചെയ്തതുണ്ട് CHSL, അത് റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതോടെ നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.